ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ അതുപോലെ തന്നെ തേർഡ് സെമസ്റ്റർ റിസൾട്ട് ഇതിനോടകം വന്നു കഴിഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് കുട്ടികൾ ആദ്യം ജയിച്ചു, പിന്നീട് റിസൾട്ട് നോക്കുമ്പോൾ അവർ ഫെയിലായതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററും അതുപോലെ തന്നെ തേർഡ് സെമസ്റ്ററും റിവാലുവേഷന് കൊടുക്കാനുള്ള ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സപ്ലി എഴുതിയവർക്കും റെഗുലർ എക്സാം എഴുതി റിസൾട്ട് വന്നവർക്കും എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും റിവാലുവേഷന് കൊടുക്കാം. റിവാലുവേഷന് 745 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫെയിലായിട്ടുണ്ട്, ആ ജയിക്കേണ്ട സബ്ജക്റ്റാണ്, അത് ഫെയിലായി എങ്കിലും പിന്നെ അതുപോലെ തന്നെ നല്ല മാർക്ക് പ്രതീക്ഷിച്ചു പക്ഷേ അത്ര മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിവാലുവേഷന് കൊടുക്കാം. അപ്പോൾ റിവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് റിസൾട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുകളിലുണ്ടാവും എക്സാം രജിസ്ട്രേഷൻ ഓർ റിവാലുവേഷന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹോം ഓൺലൈൻ രജിസ്ട്രേഷൻ ഹോൾ ടിക്കറ്റ് എന്നൊക്കെ വരും. അപ്പോൾ അതിൽ റിവാലുവേഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക, സെക്കൻഡ് സെമസ്റ്റർ SD BA BA അബ്ദുൽ ഉലമ BSc മാത്സ് അവർക്ക് റിവാലുവേഷന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 20 ആണ്. ഓക്കെ, അപ്പോൾ ഒട്ടുമിക്ക കോഴ്സുകൾക്കും സെക്കൻഡ് സെമസ്റ്റർ നോക്കുക, നിങ്ങളുടെ ഏത് കോഴ്സാണോ അത് നോക്കിയിട്ട് റിവാലുവേഷൻ ഡേറ്റ് നോക്കുക. എന്തായാലും 19, 20, 22, 23 ദിവസങ്ങളിലൊക്കെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. റിവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒരു 20-ാം തീയതിക്കുള്ളിലൊക്കെ കഴിയും. അപ്പോൾ എന്തായാലും റിവാലുവേഷന് കൊടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ റിവാലുവേഷന് കൊടുക്കുക. ഓക്കെ, പിന്നെ പലരും ചോദിക്കുന്നതാണ് റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കഴിയും റിസൾട്ട് വരാൻ. സാധാരണ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 മാസമൊക്കെയാണ് എടുക്കാറ്. പിന്നെ എന്തായാലും റിസൾട്ടിൻ്റെ മുമ്പായിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരാറുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഇനി ആ സെക്കൻഡ് സെമ്മിൻ്റെയും തേർഡ് സെമ്മിൻ്റെയും റിസൾട്ടിന് മുമ്പായിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുന്നതായിരിക്കും.